നിന്റെ ഹൃദയം എവിടെ കരയുമെന്ന്, എവിടെ തകരുമെന്ന്, എപ്പോഴാണ് നീ മുഴങ്കാൽ മടക്കുന്നത് എന്ന് കർത്തന് വ്യക്തമായി അറിയാം. നല്ല ഒരു ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ വേണ്ടി കടന്നുപോയി. അവിടെ ദൈവശബ്ദം കേട്ട് ആ മനുഷ്യൻ തല പൊക്കി നോക്കുമ്പോൾ തൻ്റെ മകന് പകരമായി യാഗമർപ്പിക്കേണ്ടുന്ന മൃഗത്തെ കണ്ണിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഈ പ്രഭാതത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയ ദൈവ പൈതലേ, നീ എവിടെ തളരുന്നുവോ ആ തളരുന്ന സമയത്ത് തന്നെ അസാധാരണമായ വഴി നിൻ്റെ മുമ്പിൽ തുറക്കുന്ന ഒരു നല്ല കർത്താവ് ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിൻ്റെ പുതിയ നിയമത്തിലെ ഒരു തെളിവ് തന്നെയാണ് കർത്താവിനോട് കൂടെ ഇരുന്ന ഒരു വലിയ കൂട്ടം ജനതയ്ക്ക് 5 അപ്പവും 2 മീനെയും വർദ്ധിപ്പിച്ച് ആ നാഥൻ തൃപ്തിയാക്കി ഭവനത്തിലേക്ക് വിട്ടത്. അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവിതത്തിൽ തൃപ്തിയാകുന്നത് വരെ അസാധാരണമായ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ ആ നല്ല കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായി തീരും. നീയും നിൻ്റെ കുടുംബവും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.